ഹലോ. അങ്ങനെ ലഡാക്കിന് ടാറ്റ കൊടുത്തിട്ട് പോവാണ് കേട്ടോ തിരിച്ച്. ഏകദേശം ഒരു 25 മാസം ഇവിടെ കംപ്ലീറ്റ് ആയി ലഡാക്കിൽ. അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഒരുപാട് നല്ല ഓർമ്മകളും നല്ല അഡ്വൻറ്റേജസ് ആയ കുറേ സമയങ്ങളും ചിലവഴിക്കാൻ പറ്റി ഇവിടെ. അടിപൊളിയായിരുന്നു എന്തായാലും ലഡാക്ക്. മഞ്ഞ് മൂടിയ മലകളും നീല ആകാശവും അടിപൊളി നല്ല ശാന്തമായ തടാകങ്ങളും. എനിക്ക് തോന്നുന്നത് പ്രകൃതിയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്ഥലം ലഡാക്ക് തന്നെയാണ് ഇന്ത്യയിൽ. അതാണ് ടൂറിസ്റ്റുകളൊക്കെ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടേക്ക് വരുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ. ഏകദേശം ഒരു -42 ഡിഗ്രി വരെയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് ലഡാക്കിൽ. പിന്നെ കുറേ എന്താ പറയുക, കുറേ വണ്ടി ഓടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇവിടെ. കുറേ ബുദ്ധ മതത്തിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റി. അവരുടെ വീടുകൾ, അവരുടെ സാഹചര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ആ മൈനസിൽ ടെമ്പറേച്ചറിൽ നമ്മൾ നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊന്നും അങ്ങനെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രക്കും വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ലഡാക്കിനെ പറ്റി പറയാനുള്ളത്. കാരണം ഞാൻ അവിടേക്ക് വരുന്ന സമയത്ത് ലഡാക്കിനെ പറ്റി ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇവിടെയുള്ള ആളുകളുടെ സ്നേഹവും ആ ഒരു കെയറിങ്ങൊക്കെ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. കാരണം ഇവിടെ ആ തണുപ്പുള്ള സമയത്ത് വളരെ സ്ട്രെങ്ത്തൊക്കെ കുറവായിരിക്കും ലഡാക്കിൽ. പൊതുവേ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ ലഡാക്കിൽ. ബാക്കിയൊക്കെ ഒരു ഡൽഹി, ചണ്ഡീഗഡ് അങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണാനൊക്കെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ലഡാക്കാണ്. അങ്ങനെ ഇവിടുത്തെ മഞ്ഞുമലകളൊക്കെ ഏകദേശം ഈ ഒരു സമയം ഉരുകി തീർന്നിട്ടുണ്ട്. ഞാൻ ലീവ് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ മഞ്ഞൊക്കെ അത്രക്കും റോഡിലും മലകളും വണ്ടിയൊക്കെ ആണെങ്കിൽ തന്നെ ചെയിനൊക്കെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ. അപ്പം ലഡാക്കിൽ ആർക്കെങ്കിലും വരാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ലഡാക്കിലേക്ക് വരാം. അങ്ങനെ നേരെ തിരിച്ച് എയർപോർട്ടിലെത്തി വെബ് ചെക്കിങ് കഴിഞ്ഞ് നേരെ കയറുകയാണ് ഉള്ളോട്ട്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ലഡാക്കിന് വീണ്ടും ഒരു ബായ് ഒക്കെ കൊടുക്കുക. നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ കയറി. ഇവിടെ ഈ ഒരു ഫ്ലൈറ്റിൽ ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. എന്നാലും ടൂറിസ്റ്റുകളുണ്ട്. അവരുള്ളത് ജർമ്മൻ ടീംസാണ്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവർ. അപ്പോൾ ഓരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹായ് ഹലോ ഒന്ന് ചെറിയൊരു പരിചയം അങ്ങനെ ഇതാക്കി നേരെ തിരിച്ച് ഡൽഹിയിലേക്ക് പോവാണ്. ഇപ്പോൾ കണ്ടില്ലേ ആ മഞ്ഞുമലകളൊക്കെ കണ്ടില്ലേ. ഇത് ഇങ്ങനൊന്നല്ല. കാരണം ഒരു ഫെബ്രുവരി, ജനുവരി ആ സമയത്തൊക്കെ ഫുള്ള് വൈറ്റാണ് നമ്മൾ കാണുക മലകളൊക്കെ. ഇപ്പോൾ ഏകദേശമൊക്കെ ഉരുകി ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇതിൽ തന്നെ കാണാം ആ മഞ്ഞുമലകൾ. നമ്മൾ മുകളിൽ ആ ഒരു വെള്ളം കാണാം. ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തി. ട്രാൻസ്ഫറാണ് ഫ്ലൈറ്റ് വരുന്നത്. ഡൽഹിയിൽ നിന്ന് നേരെ കണ്ണൂരേക്കാണ് ഫ്ലൈറ്റ്. അങ്ങനെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പോവാണ്. ഡൽഹി എയർപോർട്ടാണെങ്കിൽ നല്ല എന്താ പറയുക, ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ബോറടിക്കുകയേ ഇല്ല ഡൽഹി എയർപോർട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ. എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കില്ല. കാരണം അത്രയ്ക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ എയർപോർട്ടിൽ. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് നോമ്പുള്ളത് കാരണം ഞാനങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല എവിടെയും. ഞാനങ്ങനെ കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു 6 മണിക്കൂറോളം എനിക്ക് ഡൽഹിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ് രാത്രി. അങ്ങനെ മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും കാണാനും. ഇത് കണ്ടില്ലേ, ഇത് മണി കൊണ്ടുണ്ടാക്കിയൊരു രൂപം കണ്ടില്ലേ, പ്രതിമ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അവിടെ. കാരണം പല ആൾക്കാരും ടൈം ബോറടിച്ചിട്ട് സമയം പോകില്ല ഡൽഹി എയർപോർട്ടിലൊന്നും. എന്തായാലും
ഞാനങ്ങനെ ഒരു ബോറടി എനിക്ക് അവിടെ തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നേരെ കുറേ തലങ്ങും വിലങ്ങൊക്കെ ഒരുപാട് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഭയങ്കര, അത് ആലോചിച്ചാൽ തന്നെ ഒരു ബോറടിയായിരിക്കും. മാക്സിമം സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് കുറേ കാഴ്ചകളും ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ കണ്ടില്ലേ, ഈ പ്ലാന്റൊക്കെ വെച്ചത് നോക്ക്, ആ ഒരു ഒരുമയിൽ വെച്ചത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഐഡിയകളൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പം നമുക്ക് തോന്നുന്നത് എന്താ അറിയുമോ, നമ്മൾ വീട്ടിൽ പോയാലും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരും. അപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്യും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ തന്നെ. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. എനിക്ക് ഏകദേശം നോമ്പുറക്കുള്ള സമയമായപ്പോൾ ഞാനൊരു ഫ്രൈഡ് റൈസ് വാങ്ങി, ഫ്രൈഡ് റൈസ് കഴിച്ച് ഇനിയിപ്പോൾ നേരെ ഗേറ്റിലേക്ക് പോവാണ്. ഏകദേശം ഒരു 7 മണി 7:30 അയക്കുന്നത്. അപ്പം മെല്ലെ ഗേറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗേറ്റിലേക്ക് ഇറങ്ങിയതാണ്. എന്തായാലും ലഡാക്കിൽ നിന്ന് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം അവിടുത്തെ ടേൺ ഓവർ കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു മിസ്സിങ്ങും ഉണ്ട്. ലഡാക്ക് എന്ന് പറയുമ്പോൾ ഒരു മിസ്സിങ് തന്നെയാണ്. അവിടുത്തെ ഒരു സമയവും ആ ഒരു കൾച്ചറും എന്തോ. അങ്ങനെ എയർപോർട്ടിലെത്തി, കണ്ണൂർ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ആ ലഗേജ് അങ്ങനെ കണ്ണൂർ എയർപോർട്ടിലെത്തി. നേരെ ഇനി KSRTC ബസ്സിൽ നിന്ന് നാട്ടിലേക്ക്. അപ്പോൾ ബൈ.